സാർ, ഹായ്. ഒത്തിരി സന്തോഷം. താങ്ക് യു. ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടി സാറിനെ ഇന്ന്. താങ്ക് യു. ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ സൂപ്പർ സിനിമകൾ തന്ന് അതൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങളൊക്കെ. ഇപ്പം മമ്മൂക്കായോടൊപ്പം, മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ മമ്മൂക്കായോടൊപ്പം ഡൊമിനിക് എന്ന സിനിമയായിട്ട് വരികയാണ്. എന്താണ് സാറിന് ഈ നിമിഷത്തിൽ തോന്നുന്നത്? എക്സൈറ്റഡ്, നെർവസ്. മലയാളത്തിൽ ഡെബ്യൂ ആണ്, 20th ഫിലിമാണ് തോന്നുന്നു. സോ നമുക്ക് എല്ലാ പടവും ഒരു ഫസ്റ്റ് പടം പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയും, നമ്മളൊരു ഷോ ഓഫ് അങ്ങനത്തെ ഇതുവരെ ഒരു പടം ഞാൻ ചെയ്തിട്ടില്ല, ഈവൻ വിത്ത് എ സ്മോൾ ആക്ടർ. എസ്പെഷ്യലി ഇപ്പോൾ മമ്മൂക്കേൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് ഹാഡ് ടു ബി റെഡി, അത്രേ ഉള്ളൂ. ഒരു ഹോംവർക്കായിട്ട് കുറേ ഞാൻ ചെയ്തു. ഓൾവേസ് ഐ ഗോ പ്രിപ്പയർഡ്. പക്ഷേ ഇതിലൊരു ഡയറക്ടർ പ്രിപ്പയർസ് എന്ന് പറയുന്ന പോലെ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് നിന്ന് ഡയലോഗ് പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ പറയണം. ആൻഡ് അങ്ങനത്തെ കുറേ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ അപ്രോച്ച് ചെയ്തത്. ആൻഡ് സാർ ഒരു സെക്കൻഡ് ടേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. സോ മൈ തിയറി വാസ് റൈറ്റ് ആൻഡ് ഐ ജസ്റ്റ് വെയിറ്റഡ് ഫോർ ദ മാജിക് ടു അൺഫോൾഡ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം എഴുതാം, പക്ഷേ ഈ ആക്ടർ എങ്ങനെ ആക്ട് ചെയ്യും അത് നമ്മൾ എഴുതാൻ പറ്റില്ല, ആൻഡ് അത് ചെയ്യാനും പാടില്ല. സർ സർപ്രൈസ് മീ വിത്ത് ഓൾമോസ്റ്റ് എവറി ഷോട്ട്. എല്ലാ ഷോട്ടിലും പുള്ളി എന്തെങ്കിലും ഒരു എഡ്ജ് ഒന്ന് തരും. അത് ഞാൻ കണ്ടു. അതിൽ പിടിക്കും നമ്മൾ. അതിൽ പിടിച്ചാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്റ്റ് മമ്മൂക്കായുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ചെന്നൈയിലേക്ക് വണ്ടി കയറി. ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മമ്മൂക്കായുടെ കോൾ വന്നു എന്നൊക്കെയാണ് ഞാൻ അറിയാം. ചെന്നൈയിൽ ഇറങ്ങുമ്പോൾ തന്നെ മമ്മൂക്ക വിളിക്കുകയാണ്, നമുക്ക് ഉടൻ തന്നെ തുടങ്ങും. ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അവസാനിച്ച് റിലീസിന് ഒരുങ്ങുന്ന ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ ആദ്യ സംഭവമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ, ഒരു വലിയ ആക്ടറിൻ്റെ കൂടെ എസ്പെഷ്യലി. ഞാനൊരു പ്രോജക്റ്റ് ഒരു 5-6 ചെറിയ കുട്ടികളെ വെച്ചിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ ലെജൻഡറി ആക്ടറിൻ്റെ കൂടെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇങ്ങനെ. ഇൻഫാക്റ്റ് ഇതും ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷേ ഒരു 10 മിനിറ്റ്സിൽ മീറ്റിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനോ ഗൗതം, ഇവിടെ കുറേ ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ് ആണ്, വേണ്ടാന്ന് സാർ പറഞ്ഞു. പക്ഷേ ഞാൻ സാർ വി ഹവ് കം, റൈറ്റേഴ്സ് ഓൾസോ ഹിയർ, യു ജസ്റ്റ് ലിസൺ ടു അസ്, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ദെൻ വിൽ ട്രൈ ആൻഡ് ഗിവ് യു സംതിങ് എന്ന് പറഞ്ഞു. ശരി കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ്സിൽ സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അതെന്താ, അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ നരേഷൻ ഈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഓക്കെ സാർ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. ഞാൻ ജോർജ് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണോ? പക്ഷെ തമിഴിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അല്ല ശരിക്കും. അപ്പോൾ പറഞ്ഞു ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണ്, സാർ വിളിക്കും, വെയിറ്റ് ഫോർ എസ് കോൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറപ്പെട്ടു വന്നു, വൈകുന്നേരം തന്നെ പുറപ്പെട്ടു. നെക്സ്റ്റ് ഡേ ഹി കോൾഡ് ആൻഡ് ഹി തോട്ട് ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചു. എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൈ. കം ബാക്ക്, വി വിൽ സ്റ്റാർട്ട്, ഐ വിൽ പ്രൊഡ്യൂസ് ദ ഫിലിം സാർ പറഞ്ഞു. അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? 100%. അല്ല, മമ്മൂക്ക കമ്പനി തന്നെയാണ്. മമ്മൂക്കയുടെ കമ്പനി എടുത്ത് സിനിമകളുടെ സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരിക്കലും ചിന്തിക്കാത്തതാണ്. ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, മമ്മൂക്ക അഭിനയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഭാഗ്യമാണ് അല്ലേ? എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. താങ്കൾക്ക് നല്ല ഭാഗ്യമുള്ള. എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്ത കമലഹാസനെ വെച്ച് സിനിമയായിട്ട് അടുത്ത ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യുന്ന ആദ്യ സിനിമയായിരിക്കും ഇത്. കമലഹാസന് ശേഷം മമ്മൂക്കയോടൊപ്പം ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു നരേഷൻ കൂടി ഇല്ലേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ? അതെ, യു ആർ റൈറ്റ്. സംബഡി വിത്ത് സോ മച്ച് ഓഫ് വർക്ക് അക്രോസ് ലാംഗ്വേജസ് ആക്ച്വലി, ആൻഡ് ബ്രില്യൻറ്റ് ആക്ടർ, ലെജൻഡറി status almost. So I'm lucky 100%. You said it. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെ ആണ്. നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് പറഞ്ഞു. മഞ്ജു വാര്യറാണ് സ്ക്രിപ്റ്റ് റൈറ്റർമാരെ എത്തിച്ചു തന്നതെന്ന് പറഞ്ഞു. മഞ്ജുവായിട്ട് ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ എത്തിച്ചു തന്നു. പിന്നീട് ഈ 2 സ്ക്രിപ്റ്റ് റൈറ്റർ, ഒന്ന് ഡോക്ടറാണ്, 2 ജ്യേഷ്ഠനെ, ഒരു കുടുംബത്തിൽ നിന്നും ഞാൻ രാവിലെ എടുത്തിട്ട് വീട്ടിലിരുന്നാണ് ഞങ്ങൾ സബ്ജക്റ്റുകൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? വീട്ടിലിരുന്ന് എഴുതിയത് ഓക്കെയോ, ക്ലിനിക്കിലിരുന്ന് എഴുതിയ പ്രശ്നം. I've always looked to collaborate with writers. ഇപ്പോൾ മഞ്ജു ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മളൊരു കഥ കേട്ടു. പിന്നെ ഐ ടോൾഡ് ഹർ ഐ വോണ്ട് ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നമ്പേഴ്സൊക്കെ അവർ അയച്ചു. ആൻഡ് വേറെ കുറേ സബ്ജക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിലുള്ള എല്ലാം പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു നക്സലൈറ്റ് സബ്ജക്റ്റ് ഉണ്ട്, കുറേ വേറെ ജോണേഴ്സിലുണ്ട്, ഒരു ടൈം ട്രാവൽ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ കേട്ടു അക്രോസ് ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. ആൻഡ് ഇതും പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ ഒരു സാധനമാണ് ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു.
എനിക്കിതിൽ കുറേ ഞാൻ കണ്ടു. ഈ ക്യാരക്ടർ കുറേ സ്റ്റോറീസിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ എനിക്ക് അപ്പോൾ ഒരു തോട്ട് വന്നു. ബട്ട് ഓബിയസ്ലി ഈ സ്റ്റോറി ആൻഡ് ഇതിൽ ആര് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഹിന്ദിയിലൊക്കെ കൊണ്ടുപോയി നറേറ്റ് ചെയ്തു. പിന്നെ ഇവിടുത്തെ കുറേ ആക്ടേഴ്സ് അവരുടെ സർക്കിളിലുള്ള ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ മീറ്റ് ചെയ്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു മീറ്റിങ്ങിന് പോയി. ബട്ട് സംവെയർ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ ഫസ്റ്റ് നീരജിൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മൂക്ക. അപ്പോൾ നീരജ് പറഞ്ഞു മമ്മൂക്ക ചെയ്യുമോയെന്ന് അറിയില്ല, പിന്നെ നമുക്ക് അങ്ങനെ ആക്സസിബിലിറ്റി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ആക്സസിബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു 3 month വേറെ വേറെ ആക്ടേഴ്സിനെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സംതിങ് ടോൾ മീ ഇത് എന്തായാലും മമ്മൂക്കൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മീറ്റിംഗ് സെറ്റപ്പ് ചെയ്ത്. ഐ ക്രിയേറ്റഡ് ദ ഹോൾ പ്രോജക്റ്റ് ആൻഡ് ദെൻ സർ സെഡ് വി വിൽ പ്രൊഡ്യൂസ്. എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കായുടെ അടുത്ത് അവർ എത്താൻ പറ്റില്ല എന്ന് അവരുടെ കൃത്യമാണ് അവർ പറയുന്നത്. എങ്ങനെ എത്തും പുതിയ 2 പേര്, എങ്ങനെ എത്തും ഒരു സിനിമ മാത്രം ചെയ്തിട്ടുണ്ട്, എങ്ങനെ എത്തും അവർക്കൊരു ഭയപ്പാട് വരെ ഉണ്ട്. എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ചീട്ടെഴുതുന്ന പോലെ അല്ല ഇത്, ഗൗതം സാറിൻ്റെ അടുത്താണ് കഥ. അപ്പോൾ ഗൗതം സാറ് പറയുന്നത് മമ്മൂക്കായുടെ പേരാണ് പറയുന്നത്. അത്ഭുതമായിരുന്നു അവരെന്നോട് രാവിലെ പറഞ്ഞത്. ആ അത്ഭുതം സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് കേട്ടോ. പുള്ളിയൊരു കുറിപ്പ് എഴുതിയാൽ ആ മരുന്ന് കഴിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ ഞാൻ എന്ന് പറയും ഈ കൈപ്പുണ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെയ്തു വെച്ചിട്ട് ഇപ്പം കുറേ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. സാർ എല്ലാ സിനിമകളും കാണുന്നുണ്ട്. ഇത്രയും നല്ലൊരു ആക്ടറാണ് എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകൾ കാതലാണെങ്കിലും കുറേ സിനിമകൾ ഇറങ്ങി. അതൊക്കെ സിനിമകൾ കാണുന്നൊരു വ്യക്തി ഉണ്ടാവുള്ളൂ സാറ്. മമ്മൂക്കായിൽ നിന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ നമുക്കൊരു അഭിനയിക്കുന്ന സമയത്ത് കിട്ടുന്ന, ചിലപ്പോൾ നോട്ടത്തിൽ കിട്ടും, നമുക്ക് ആക്ഷനിൽ കിട്ടും. സാറ് ഒരു സന്തോഷവാനാവുന്ന ഓരോ സീനിലും ഏതായിരിക്കും? ഞാൻ ഇപ്പോൾ പറഞ്ഞതാ, അൺഎക്സ്പെക്റ്റഡ് ആണ് എല്ലാം. ഞാൻ ബേസിക്കലി മൈക്രോ മാനേജ് ചെയ്യാറില്ല ആക്ടേഴ്സിനെ. ആൻഡ് സംബഡി ലൈക്ക് എ മമ്മൂക്ക യു ഡോണ്ട് ഡു ദാറ്റ്. സോ ഐ ക്രിയേറ്റ് ദ എൻവയറൺമെൻറ്റ് ആൻഡ് ദെൻ ഐ വിൽ സീ വാട്ട് ദി ആക്ടർ ഗിവ്സ് മീ. അങ്ങനെ അതാണ് എൻ്റെ സ്റ്റൈൽ. ബട്ട് സ്പെസിഫിക്കലി വിത്ത് മമ്മൂക്ക ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് ഓൾസോ. ഞാൻ ജസ്റ്റ് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് വെരി റെയർലി ഓൾസോ ഐ വിൽ ടെൽ ഹിം സർ വർക്ക് വിതിൻ ദിസ് ഫ്രെയിം. I just leave it open a little bit and then I will see what to do with the camera. ചിലപ്പോൾ ഒരു സെക്കൻഡ് ടേക്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിടിക്കും. എവറി ഷോട്ട് ഹി സർപ്രൈസ്ഡ് us. ഐ എം നോട്ട് ജസ്റ്റ് സേയിങ് ഇറ്റ് ഇത് മമ്മൂക്കൻ്റെ പടമാണ്, നമ്മൾ ആ പടത്തിൻ്റെ പ്രൊമോഷൻസിലാണെന്ന് പറയും. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. ഐ ഓണസ്റ്റ്ലി ഫെൽറ്റ് എല്ലാ ഷോട്ടിലും എല്ലാ ഡയലോഗും സംതിങ് എഡ്ജി ഹി വാസ് ഗിവിങ് മീ, സംതിങ് ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ദി യൂഷ്വൽ ഹി വാസ് ഗിവിങ് മീ. ആൻഡ് ഇത് ക്യാരക്ടർ എടുത്ത ഇത് നമ്മൾ കാണുന്ന ഒരു നെക്സ്റ്റ് ഡോർ ജീവിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും, നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ നെയ്ബർ. നമ്മൾ ആ നെയ്ബറിൻ്റെ വീട്ടിനുള്ളിൽ പോയാൽ പിന്നെ നമുക്ക് ഇനിയും കുറച്ച് നമുക്ക് കിട്ടും. പിന്നെ പുള്ളി ഒരു ലോണറാണ്. പിന്നെ ഒരു മേ ബി ഹി ഡസൻറ്റ് ഹാവ് ടു മച്ച് മണി, വെഹിക്കിൾസ് ഒന്നും ഇല്ല പുള്ളിയുടെ കയ്യിൽ. ആൻഡ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് പിടിക്കണമെങ്കിൽ സം റീസൺ ഷുഡ് ബി ദർ. പണം ഇഫ് ഈസ് പെയ്ഡ് ഫോർ ഇറ്റ് അത് പുള്ളി അതിൽ ഇറങ്ങും. ബട്ട് സംടൈംസ് ബിയോണ്ട് ദാറ്റ് ദർ ഇസ് ഒരു ഡോഗഡ് പേഴ്സ്യൂട്ട് ഉണ്ട് പുള്ളിയുടെ. ആൻഡ് ഈ ഏജ് ഗ്രൂപ്പിലാണ്, ഒരു ഓൾമോസ്റ്റ് റിട്ടയേർഡ് ഏജ് ഗ്രൂപ്പിലാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് വരണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടറാണ്. എക്സാക്ട്ലി ഹീ പ്ലേഡ് ഇറ്റ്. ആൻഡ് റൈറ്റേഴ്സ് പ്രീവിയസ് ഡേ ചോദിച്ചപ്പോൾ സർ ഹൗ ആർ യു ഗോയിങ് ടു പ്ലേ ഡൊമിനിക് എന്ന് നീരജ് ചോദിച്ചു. ഐ ഡോണ്ട് നോ, ഐ നോ ദ സ്റ്റോറി, ഐ ഹവ് ഹേർഡ് എവറിത്തിങ്. ഐ വിൽ സീ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന മൂഡ് ഞാൻ നോക്കും ആൻഡ് ഐ ക്യാച്ച് ഓൺ ടു സംതിങ് എന്നാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് ഐ ലവ് ദാറ്റ്, യുനോ. ആൻഡ് ദെൻ ആ മീറ്റർ പിടിച്ചിട്ട് പുള്ളി ഒരു സെൻസ് ഓഫ് ഹ്യൂമറും അതിലെല്ലാം കൊണ്ടുവന്നു. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ഹി സർപ്രൈസ്ഡ് മീ വിത്ത് എവറി മൊമെന്റ്, എവറി ഷോട്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.